ഹലോ, ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. എൻ്റെ സാറ്റർഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ചിക്കൻ മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊട്ടറ്റോ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മസാല റെഡിയാക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് രാവിലെ ഒരു പൊട്ടറ്റോ ചിക്കൻ കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം വിചാരിച്ചു ചിക്കൻ കറി മാത്രം വെക്കാമെന്ന്. പിന്നെ ആ ചിക്കൻ കറിയുടെ അകത്തിടുന്ന ആ ഒരു പൊട്ടറ്റോ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കായ്ക്കും സാറായ്ക്കും ആ പൊട്ടറ്റോസ് എടുത്ത് കഴിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൂടുതലും ചിക്കൻ കറിയിൽ പൊട്ടറ്റോ ഇട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ എന്നും കാണിക്കുന്ന പോലത്തെ എൻ്റെ നോർമൽ ചിക്കൻ കറിയുടെ റെസിപ്പി തന്നെയാണ് റെഡിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഒന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒന്ന് ഇട്ട് വെച്ച് എന്നാന്ന് വെച്ചാൽ ചിക്കൻ്റെ പീസസ് കുറച്ച് വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ ഉള്ളിലൊക്കെ കയറി നന്നായിട്ട് പിടിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കനും അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് കുറച്ച് സമയം വേവിച്ചു. പിന്നെ കഴിക്കാനായിട്ട് വെള്ളയപ്പമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അപ്പത്തിൻ്റെ കുറച്ച് മാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒന്ന് തണുപ്പ് മാറാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് സോഡാപ്പൊടി. എന്നാന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ്. അപ്പോൾ കുറച്ച് സോഡാപ്പൊടിയൊക്കെ ഇട്ടെങ്കിലേ നമ്മുടെ അപ്പം എന്ന് പറയുന്നത് കുറച്ച് പുളിച്ച് ഒക്കെ വരത്തുള്ളൂ. അപ്പം ഞാൻ ദോശയ്ക്കാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിലും അപ്പത്തിനാണെങ്കിലും കുറച്ച് ഒരു പിഞ്ച് എന്നൊക്കെ പറയാം, അത്രയും സോഡാപ്പൊടി ചേർക്കും. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർക്കും. പിന്നെ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കറിയിലേക്ക് നമുക്ക് ഗ്രേവി വേണ്ട അത്രയും ആവശ്യത്തിന് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി കറിയുടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് സ്ലോ കുക്ക് ചെയ്ത് എടുക്കുക. പിന്നെ നമ്മുടെ കറി ഒരു സൈഡിൽ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ രാവിലത്തെ ചായ. അപ്പോൾ ചായക്ക് ഏലക്ക ഇട്ടു. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ട ടീ ഇട്ടു. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ഷുഗർ പഞ്ചസാരയല്ല ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം സ്റ്റീവിയ എന്ന് പറയുന്ന ഒരു ലീഫ് എക്സ്ട്രാക്റ്റ്, അതാണ് നമ്മൾ സ്വീറ്റനിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അത് വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതൊരു നാച്ചുറലായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പഞ്ചസാര അങ്ങനെ ജ്യൂസിലാണെങ്കിലും അതുപോലെ തന്നെ ചായയിലാണെങ്കിലും കാപ്പിയിലാണെങ്കിലും നമ്മൾ ഡയറക്റ്റ് ഷുഗർ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്നും കൂടെ ഒന്ന് കുറുകി വരണം. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ചിക്കനേക്കാളും വേവ് കൂടുതലാണ് പൊട്ടറ്റോ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ചിക്കൻ വെന്തിട്ടും പൊട്ടറ്റോ കുറച്ചും കൂടെ ഒന്ന് കുക്കാവാനുണ്ടായിരുന്നു. അത്രയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് പോലും ചിക്കനേക്കാളും വേവെന്ന് പറയുന്നത് പൊട്ടറ്റോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ അപ്പം ഞാൻ ചുടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ കാസ്ട്രോളിൽ ചുട്ട് വെക്കുന്നതിലും ടേസ്റ്റ് എന്ന് പറയുന്നത് ഓരോന്നോരോന്നായിട്ട് കഴിക്കുന്നതിനനുസരിച്ച് എല്ലാവർക്കും ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് വളരെ ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ചായ എന്ന് പറയുന്നത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 1-2 എങ്ങാണ്ടോ മോൾക്ക് വേണ്ടിയിട്ടുള്ള 1-2 എങ്ങാണ്ടോ കാസ്ട്രോളിൽ ചുട്ട് വെക്കുന്നേ ഉള്ളൂ. ബാക്കി ഓരോരോ അപ്പമായിട്ട് ഇക്കായും ഞാനും കഴിക്കുന്നതിനനുസരിച്ച് ചൂടായിട്ട് വളരെ ക്രിസ്പിയായിട്ട് നമ്മൾ കാസ്ട്രോളിൽ അടച്ചു വെക്കുമ്പോഴത്തേനും നമ്മുടെ അപ്പത്തിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേനും നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. കേട്ടോ, നാട്ടിലൊക്കെ കിട്ടുന്ന എനിക്കാണെങ്കിലും അപ്പമാണെങ്കിലും എത്ര തണുപ്പാണെങ്കിലും വീടിൻ്റെ ഉള്ളിലിപ്പം 13 ഡിഗ്രി അല്ലെങ്കിൽ 14 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് വീടിൻ്റെ ഉള്ളിൽ തണുപ്പെന്ന് പറയുന്നത്. ഭയങ്കര തണുപ്പാണ്. അത്യാവശ്യം നമ്മുടെ ഈ ഏരിയയും കൂടെ ആയതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ്. എന്നിട്ടും നമ്മുടെ അപ്പവും ദോശയും ഇഡ്ഡലിയും എല്ലാം നല്ല രീതിയിൽ പുളിച്ചും
നല്ല രീതിയിൽ കിട്ടാറുണ്ട്. അപ്പം അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഒരു പിഞ്ച് സോഡാപ്പൊടി ഇടുന്നത് കൊണ്ടാണ് അങ്ങനെ കിട്ടാറ്. പിന്നെ ഞാൻ അപ്പത്തിൻ്റെ മാവ്, ദോശ മാവ്, ഇഡ്ഡലി മാവ്, ഈ വക ഐറ്റംസ് ഒന്നും ഞാൻ ഇന്നേ വരെ റെഡിമെയ്ഡ് ബാറ്ററായിട്ട് വാങ്ങിച്ചിട്ടില്ല. കാരണം എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മാവ് വീട്ടിൽ അരച്ച് റെഡിയാക്കി അങ്ങനെ കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. ഓക്കെ, അപ്പോൾ ദാ എൻ്റെ കുക്കിങ്, ചായ വെച്ചു, അതുപോലെ തന്നെ അപ്പം ചുട്ടു, നമ്മുടെ ചിക്കൻ പൊട്ടറ്റോ കറി റെഡിയായി. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മളിതാ ടേബിളിലേക്ക് ഓരോന്നോരോന്നായിട്ട് സെർവ് ചെയ്യണം. അപ്പോൾ ഇക്കാക്ക് ഓരോന്നോരോന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള അപ്പം ഞാൻ ചുട്ട് കൊടുത്തു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ക്രിസ്പി ആയിട്ടുള്ള അപ്പം ഇക്കാക്കാണെങ്കിലും എനിക്കാണെങ്കിലും നമുക്ക് അപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വെള്ളയപ്പത്തിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പൊന്തി വരുന്ന അതിനേക്കാളും വളരെ തിന്നായിട്ട് എല്ലായിടവും ഒരുപോലെ തിന്നായിട്ടിരിക്കുന്ന അപ്പമാണ് ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അപ്പത്തിൻ്റെ നടുക്ക് പൊന്തിയിരിക്കാത്തത്. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഒരു സെയിം സർഫസ് ആക്കാനായിട്ട് നോക്കും, വളരെ തിന്നായിട്ടുള്ള ഒരപ്പം. അതുകൊണ്ട് തന്നെ നമുക്ക് 2-3 നമ്മൾ കഴിക്കും. വളരെ ലൈറ്റായിട്ടുള്ള അപ്പമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. അപ്പോൾ ഒരു കപ്പ് ചൂട് ചായ നമ്മൾ മറ്റേ പഞ്ചസാരയ്ക്ക് പകരമുള്ള സ്റ്റീവിയ എന്ന് പറയുന്ന സ്വീറ്റനിങ് ഏജൻറ്റ് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾക്ക് സാധാരണ പഞ്ചസാര ഇട്ട് ചായ കുടിക്കുന്ന ആ ഒരു ഫീലോട് കൂടി തന്നെ നമ്മൾ ചായ കുടിക്കുന്നത്. പ്രത്യേകിച്ച് ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വളരെ സേഫാണ്, വളരെ ടേസ്റ്റിയാണ്. എന്നാൽ പഞ്ചസാര നമുക്ക് ഡയറ്റിൽ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് മധുരമായിട്ട് തന്നെ ചായയും കാപ്പിയും ജ്യൂസും ഒക്കെ കുടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞാൻ 2 വെള്ളയപ്പവും ഒരു പീസ് ചിക്കനും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു ഗ്രേവിയും പൊട്ടറ്റോസുമാണ് ഭയങ്കര ഇഷ്ടം. ചിക്കൻ എന്ന് പറയുന്നത് ഒരെണ്ണമൊക്കെ എടുത്ത് കഴിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഓറഞ്ച് കഴിച്ചു. അതിനുശേഷം ലഞ്ച്. ഞാൻ ശരിക്കും ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഇക്ക ലഞ്ചിനുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇക്ക ഒന്ന് പുറത്ത് പോയിട്ട് എത്തിയപ്പോൾ ലേറ്റായി. അപ്പോൾ ഫ്രണ്ട്സുമായിട്ട് പുറത്തുനിന്ന് ലഞ്ച് കഴിച്ചു. അപ്പോൾ എനിക്കുള്ള ലഞ്ച് കഴിക്കാൻ വേണ്ടി എടുക്കുകയാണ്. അത് ഞാൻ കിച്ചണിൽ വെച്ച് തന്നെയാണ്, അതുകൊണ്ടൊന്നും ഞാൻ ടേബിളിലേക്ക് കറികളും കാര്യങ്ങളും ഒന്നും നിരത്തിയില്ല. ഞാൻ കിച്ചണിൽ വെച്ച് തന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള ചോറും കറികളും ഒക്കെ വിളമ്പി ടേബിളിലേക്ക് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചോറ് വിളമ്പി, പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കാച്ചി വെച്ച മോര് കാച്ചുമ്പോഴത്തേനും കുറച്ച് കൂടുതൽ കാച്ചും. അതിനുശേഷം നമ്മൾ അടുത്ത ദിവസം മുതൽ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ എടുത്ത് പുറത്തേക്ക് വെക്കും, തണുപ്പ് മാറാനായിട്ട്. നമ്മൾ മോര് കാച്ചി എന്നൊക്കെ പറയുമ്പോൾ ചൂട് ആക്കത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ തണുപ്പ് മാറാനായിട്ട് നമ്മളൊരു അരമണിക്കൂർ മുന്നേ എടുത്ത് പുറത്തേക്ക് വെക്കും. അപ്പോൾ ചൂട് ചോറിൻ്റെ മുകളിലേക്ക് നല്ല തണുത്ത മോര് കാച്ചിയത് എടുത്തൊഴിച്ചു, കുറച്ച് കൂടുതൽ മോര് കാച്ചിയത് ഒഴിച്ചു. പിന്നെ വൻപയർ തോരൻ, ചമ്മന്തിപ്പൊടി, നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി, ഒരു ചെറിയ പീസ് നാരങ്ങ അച്ചാർ, ഒരു എഗ്ഗ് ഓംലെറ്റ്. അപ്പോൾ ഞാൻ ഈ വൻപയർ തോരൻ ഉള്ളപ്പോഴത്തേനും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് കാച്ചിയ മോരിങ്ങനെ ഒഴിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ മോര് കാച്ചുമ്പോൾ കൂടുതൽ കാച്ചി വെച്ചേക്കും. കാരണം വെച്ചാൽ മോര് കാച്ചിയതുണ്ടെങ്കിൽ നമുക്ക് ചോറിനൊക്കെ നമ്മളിങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് ഒരുപാട് കൂട്ടും, അതങ്ങ് ഓട്ടോമാറ്റിക്കലി തീർന്നു പോകും. കാച്ചാതെ വെറുതെ ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ബക്കറ്റ് ഫുള്ള് കേടെന്ന് പറയുന്നത് ഡേറ്റൊക്കെ കഴിഞ്ഞ് എടുത്ത് കളയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ മിച്ചമുള്ള മോര് കംപ്ലീറ്റ് അങ്ങ് കാച്ചി വെച്ചേക്കും. അപ്പോൾ നല്ല കാച്ചിയ മോരും നല്ല ചൂട് ചോറും കാച്ചിയ മോരും നല്ല വൻപയർ തോരനും ചമ്മന്തിപ്പൊടിയും അച്ചാറും മുട്ട പൊരിച്ചതും
നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടി ഒരു രക്ഷയില്ല. അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിൽ രാവിലെ അത്യാവശ്യം കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ ലഞ്ചിൻ്റെ മെനു അല്ലെങ്കിൽ ലഞ്ചിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ് ഇതൊരു കുക്കിംഗ് വീഡിയോ ആക്കി മാറ്റി നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു നേരം കുക്കിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുക്കിംഗ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ലഞ്ചിൻ്റെത് സ്കിപ്പ് ചെയ്യും. ഇപ്പോൾ ലഞ്ചിൻ്റെത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്കിപ്പ് ചെയ്യും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ചൊക്കെ കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് ക്യാരറ്റ് ഹൽവ കഴിച്ചു. പിന്നെ ഇതെന്ന് പറയുന്നത് ബെറി ജ്യൂസാണ്. വളരെ ലൈറ്റായിട്ടുള്ള, വളരെ മൈൽഡ് സ്വീറ്റായിട്ടുള്ള, നോ ആഡഡ് ഷുഗർ എന്നൊക്കെ ഉള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ ഇത് മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പ് മാറാനായിട്ട് എടുത്ത് പുറത്തേക്ക് വെച്ചതാണ്. പിന്നെ അതിനുശേഷം ഈവനിങ് ആയപ്പോൾ നല്ല ചെനച്ച മാങ്ങ കഴിഞ്ഞ ദിവസം പർച്ചേസിന് പോയപ്പോൾ കിട്ടിയിരുന്നു. അപ്പോൾ ആ ചെനച്ച മാങ്ങ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ചില്ലി പൗഡറും അതുപോലെ തന്നെ ഉപ്പും പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിലും എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും നമ്മുടെ ഉപ്പും മുളകും ഒക്കെ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മാങ്ങയ്ക്ക് കുറച്ച് മധുരമുണ്ട്, ചെനച്ച മാങ്ങയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റായിരുന്നു. ആ ഒരു മാങ്ങയുടെ ചെറിയൊരു മധുരവും പിന്നെ ഈ എരിവ് കണ്ട്, ഈ കളർ കണ്ട് പേടിക്കേണ്ട. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു എരിവ് മുളക് പൊടിയിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. ആ ഒരു ചെനച്ച മാങ്ങയും അതുപോലെ തന്നെ മുളക് പൊടിയുടെ എരിവും ഉപ്പും ആ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവറും എല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ച് മാങ്ങ എടുത്ത് കഴിച്ചു. ഞാൻ കുറച്ച് ചെനച്ച മാങ്ങ നോക്കിയെടുത്തിരുന്നു. അതുപോലെ തന്നെ കുറച്ച് പച്ച മാങ്ങായി എടുത്തു, കുറച്ച് ചമ്മന്തി അരയ്ക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ അതിനുശേഷം വൈകുന്നേരം കാര്യമായിട്ട് ചായയോ സ്നാക്സോ ഒന്നുമേ ഇല്ല. നമ്മൾ പുറത്തേക്ക് പോവാണ്. ഇന്ന് പുറത്ത് പോകാനുള്ള മെയിൻ റീസൺ എന്നാന്ന് വെച്ചാൽ മോൾക്ക് ഇനി വരാൻ പോകുന്ന വീക്ക് ഡേയ്സിൽ മോൾക്ക് സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ അവൾക്ക് സ്പോർട്സ് ഡേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പർച്ചേസിന് നമ്മൾ പോവുകയാണ്. ടൈം അത്യാവശ്യം നല്ല ലേറ്റായി, ഒരു 8:30, 9 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ നല്ല പുറത്തൊക്കെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വർസാനിൽ നിന്ന് കുറച്ച് അടുത്തായിട്ട് മിർദിഫ് സിറ്റി സെൻറ്ററിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ് പർച്ചേസ് നമ്മൾ സെൻറ്റർ പോയിൻറ്റിലാണ് കയറിയത്. പക്ഷേ സെൻറ്റർ പോയിൻറ്റിൽ നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. R&B എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഉദ്ദേശിച്ച ഐറ്റംസ് അവിടെ വൻ ഓഫർ നടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒരുപാട് ഐറ്റംസ് കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു. സാറയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്കൂൾ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സ്പോർട്സ് ഐറ്റംസ് എല്ലാം കിട്ടി. അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ കോസ്റ്റ്യൂംസ് എല്ലാം കിട്ടി. അതുപോലെ തന്നെ മക്കൾക്ക് വളരെ ലോ പ്രൈസിൽ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള വിൻ്റർ വെയേഴ്സും ജാക്കറ്റ്സും എല്ലാം കിട്ടി. അതിനുശേഷം പർച്ചേസൊക്കെ കഴിഞ്ഞ് ഒരു സമയമായി, ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. അപ്പോൾ നമുക്ക് ആദ്യം വെൽക്കം ഡ്രിങ്ക് കിട്ടി. ഇത് റെഡ് കളറിൽ ഇരിക്കുന്നത് നമ്മുടെ ബീട്രൂട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അതിനുശേഷം നമുക്ക് വെജീസൊക്കെ വന്നു. പിന്നെ നമ്മൾ ഒരു സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തിരുന്നത് ഡ്രാഗൺ ചിക്കനാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ. അപ്പം ചിക്കനൊക്കെ കോൺഫ്ലവറിലൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ ഫ്രൈഡ് ഒണിയനും അതുപോലെ തന്നെ ഫ്രൈഡ് ക്യാരറ്റ്, ഫ്രൈഡ് ക്യാപ്സിക്കം, പിന്നെ അതിൽ കുറച്ച് നമ്മുടെ വൈറ്റ് എള്ള്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് സോസസൊക്കെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രാഗൺ ചിക്കൻ. നല്ല ടേസ്റ്റായിരുന്നു. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ്, നല്ല ക്വാളിറ്റിയുള്ള ഡ്രാഗൺ ചിക്കനായിരുന്നു. അതിനുശേഷം ഓർഡർ ചെയ്തത് പൊറോട്ടയും ബീഫുമാണ്. എനിക്ക് പൊറോട്ട കഴിക്കാനായിട്ട് ഞാൻ
അത്ര വലിയ പൊറോട്ട ലവറല്ല. പിന്നെ എനിക്ക് ഇതുപോലെ വീട്ടിലെന്നുമേ അപ്പമാണ്, എങ്കിലും എനിക്ക് പുറത്ത് പോകുമ്പോഴത്തേന് നല്ല അപ്പം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ അപ്പവും നൈസ് പത്തിരിയൊക്കെ ചോദിച്ചപ്പോൾ തീർന്നു. കാരണം നമ്മളൊരു 12:30 ഒക്കെ ആയപ്പോഴത്തേനാണ്. അപ്പം ഞാൻ പൊരിച്ച പത്തിരിയും ബീഫ് കറിയും ആണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിനുശേഷം പിന്നെ എന്താണ് ഫിഷ് തവ ഫ്രൈ, നമ്മുടെ സീബ്രീം എന്ന് പറയുന്ന ഫിഷ് ഞാൻ വിചാരിച്ചത് നല്ല ഇടിയപ്പം, നമ്മുടെ വീട്ടിലൊക്കെ നല്ല അമ്മമാരുണ്ടാക്കുന്ന, നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന ഇടിയപ്പം ഉണ്ടല്ലോ, നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഇടിയപ്പം. അപ്പോൾ ആ സെയിം ഇടിയപ്പം ആണ് ഇവിടെ നിന്ന് കിട്ടിയത്. സാധാരണ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ആണെങ്കിലും നമ്മുടെ റെഡിമെയ്ഡ് ഇടിയപ്പം സ്റ്റീം ചെയ്ത് തരലാണ് പതിവ്. പക്ഷേ ഇവിടെ നമ്മുടെ ഹോം മെയ്ഡ് ഇടിയപ്പം തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അത് ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒട്ടും ബീഫ് ചേർത്തല്ല കഴിച്ചത്. ഭയങ്കര ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സീബ്രീം തവ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു മസാല എന്നൊക്കെ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും നല്ലതായിട്ട് മീൻ പൊരിച്ചതും ഒക്കെ കൂട്ടി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇടിയപ്പവും മീൻ പൊരിച്ചതും കൂട്ടി കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എനിക്കിങ്ങനെ വെള്ളയപ്പം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെള്ളയപ്പം ചോദിച്ചു, നൈസ് പത്തിരി ചോദിച്ചു. അപ്പോൾ എല്ലാ ഐറ്റംസും ഏകദേശം അവിടെ തീർന്നു. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു.